നരേന്ദ്രമോദി നയിക്കുന്ന NDA മുന്നണിക്ക് മൂന്നാം ഊഴം എന്താണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ? ആ ഫലങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ, രാഷ്ട്രീയമായ അവസാനവട്ട കണക്കുകൂട്ടലുകളൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ 350-ന് മുകളിൽ സീറ്റുകൾ നേടി NDA അധികാരത്തിൽ എത്തും എന്നതാണ് മിക്ക ഏജൻസികളെയും ഉറപ്പിച്ചുള്ള പ്രവചനം. ഇന്ത്യ സഖ്യത്തിന് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനാകില്ല എന്ന സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. 120 മുതൽ 150 വരെ സീറ്റുകളിൽ ഇന്ത്യ സഖ്യം ഒതുങ്ങും എന്നതാണ് മിക്ക സർവേകളുടെയും പൊതുവായൊരു പ്രവചനം. കേരളം UDF-ന് ഒപ്പമെന്നും BJP അക്കൗണ്ട് തുറക്കുമെന്നും പ്രവചിക്കുന്നുമുണ്ട് ഈ സർവേകളെല്ലാം. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റെഫിൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസിലേക്കാണ്. അനൂപ്, രാജ്യത്താകെ വലിയ ചർച്ച കുറേ ദിവസമായി, ഒരു മാസത്തിലധികം നീണ്ട തിരഞ്ഞെടുപ്പ് കാലത്തെല്ലാം ഈ ചർച്ചകൾ സജീവമായി തുടരുകയായിരുന്ന ആ ചർച്ചകളുടെ തുടർച്ചയിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലം വരുമ്പോൾ NDA ഒരു വലിയ ക്ലീൻ സ്വീപ്പ് നടത്താൻ പോകുന്നു മൂന്നാം ഊഴത്തിലേക്ക്. എന്നാൽ അത്ഭുതത്തിലേക്ക് നരേന്ദ്രമോദിയും BJP-യും നീങ്ങുന്നു എന്നാണ് ഈ സർവേകൾ പ്രവചിക്കുന്നത്. ഈ സർവേകൾ പുറത്തു വന്നതിന് ശേഷമുള്ള പൊതുവായ ചർച്ചകൾ ഏത് തരത്തിലാണ്? ഈ സർവേകളുടെ ആകത്തുകയെ എങ്ങനെ ക്രോഡീകരിക്കാം? പ്രധാനപ്പെട്ട കാര്യം BJP വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നത് തന്നെയാണ്. 350-ലധികം സീറ്റുകൾ ഉറപ്പായും ലഭിക്കുമെന്ന് BJP-യുടെ ദേശീയ നേതാക്കൾ ഈ എക്സിറ്റ് പോളുകൾക്ക് ശേഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ 295 സീറ്റുകൾ ഞങ്ങൾക്ക് ലഭിക്കും എന്ന ആത്മവിശ്വാസമാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കേവല ഭൂരിപക്ഷത്തിന് കുറച്ചുകൂടി മുകളിലേക്കുള്ള സീറ്റുകൾ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നു എന്നതാണ്. അതായത് 150 സീറ്റെങ്കിലും ലഭിക്കാൻ ഇന്ത്യ സഖ്യം ബുദ്ധിമുട്ടും എന്ന് ഈ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുമ്പോഴാണ് 295-ലേക്ക് ഞങ്ങൾ എത്തും എന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ ഇപ്പോഴും പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച, അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിച്ച രണ്ടാളുകളൊന്ന് പ്രശാന്ത് കിഷോറും രണ്ടാമത്തത് യോഗേന്ദ്ര യാദവുമായിരുന്നു. ഈ രണ്ടാളുകളും നേരത്തെ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പ്രശാന്ത് കിഷോർ പറഞ്ഞത് 303 എന്ന കഴിഞ്ഞ തവണത്തെ ഒരു സംഖ്യയിലേക്ക്, 303 മുതൽ 317 വരെയുള്ള ഒരു സംഖ്യയിലേക്ക് BJP എത്തുമെന്നുള്ളതാണ്. എന്നാൽ കേവല ഭൂരിപക്ഷം BJP-ക്ക് ഒറ്റയ്ക്ക് ലഭിക്കില്ല എന്ന നേരത്തെയുള്ള നിലപാടിൽ യോഗേന്ദ്ര യാദവ് തുടരുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ എക്സിറ്റ് പോളുകളെ പരിശോധിച്ചാൽ ഈ BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ ചിലയിടത്ത് BJP-ക്ക് തിരിച്ചടി ഏൽക്കുന്നുണ്ട് എന്നത് ഈ എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. അതൊന്ന് ഹരിയാനയാണ്, രണ്ടാമത്തേത് രാജസ്ഥാനാണ്. ഈ രണ്ടിടത്തും സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ എവിടെയാണ് സീറ്റ് ലഭിക്കുന്നതെന്ന് നോക്കുമ്പോഴാണ് BJP ഉണ്ടാക്കാൻ പോകുന്ന ഒരുപക്ഷെ ഈ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് സാധ്യമായാൽ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. അതായത് ബംഗാളിൽ ഒരു 5-6 സീറ്റുകൾ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ BJP-ക്ക് ലഭിക്കാനുള്ള സാധ്യത. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒഡീഷയിൽ വലിയ നേട്ടം, ഒരുപക്ഷെ 15 സീറ്റുകൾ, 21-ൽ 15 സീറ്റുകളെങ്കിലും BJP-ക്ക് ലഭിക്കാനുള്ള സാധ്യത പറയുന്നു. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ ആന്ധ്രാപ്രദേശാണ് ഈ തിരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന് വലിയ നേട്ടം സമ്മാനിക്കാൻ പോകുന്ന സംസ്ഥാനം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നു ഇന്ത്യ സഖ്യത്തിന്. ഒരു ഫിക്സഡ് അക്കൗണ്ട് പോലെ കേരളവും തമിഴ്നാടും ഈ തെലങ്കാനയും ഒക്കെ നിൽക്കും, അല്ലെങ്കിൽ കർണാടകത്തിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കും. അതിനെയൊക്കെ ആകെ പൊളിച്ചു കളയുന്ന BJP-ക്ക് വലിയ പ്രതീക്ഷ, അല്ലെങ്കിൽ നേരത്തെ അമിത്ഷാ ഉൾപ്പെടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച തരത്തിലേക്ക് തെക്കേ ഇന്ത്യയിലെ പ്രകടനം വരുന്നു. അതും ഒരു പ്രധാനമായി മാറുമെന്നാണ് ഈ സർവേയുടെ ഒരു കണ്ടെത്തലല്ലേ? അതെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ 1 മുതൽ 3 വരെ സീറ്റ് എന്ന പ്രവചനമുണ്ട്. തിരുവനന്തപുരവും ഒപ്പം തന്നെ തൃശ്ശൂരും ആറ്റിങ്ങലും വിജയിക്കാൻ സാധ്യതയുണ്ട് BJP എന്ന പ്രവചനങ്ങൾ വരുന്നു. പക്ഷേ ആറ്റിങ്ങലുടെ കാര്യത്തിൽ ആളുകൾക്ക് അങ്ങനെ കാര്യമായ വിശ്വാസം വരുന്നില്ല. തിരുവനന്തപുരവും തൃശ്ശൂരവും ചർച്ചയിലുണ്ട്. അതിനപ്പുറത്തേക്ക് തമിഴ്നാട്ടിൽ 3 സീറ്റുകളുടെ സാധ്യത പറയുന്നു. അപ്പുറത്ത് കർണാടകയിൽ വലിയ വിജയപ്രതീക്ഷയായിരുന്നു കോൺഗ്രസിന്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഏതാണ്ട് 20 ദിവസത്തോളം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നു കർണാടകയിൽ. അവിടെ പ്രതീക്ഷയുണ്ടായിരുന്നു. 15ഓളം സീറ്റുകളെങ്കിലും വിജയിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ അത് തകിടം മറിയുന്ന കാഴ്ച ഈ എക്സിറ്റ് പോളുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഫലം വരാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നായിരിക്കുമോ എന്ന ഒരു സൂചനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. BJP-ക്കെല്ലാം അവിടെ NDA സഖ്യത്തിന് 18 സീറ്റുകളിലേക്ക് വിജയിക്കാൻ കഴിയുന്ന സാധ്യതയുണ്ട് എന്ന പ്രവചനം വരുമ്പോൾ അത് വലിയ നേട്ടം തെക്കേ ഇന്ത്യയിൽ നിന്ന് NDA-ക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഒഡീഷയിൽ BJD-യുടെ കാലം കഴിയുകയാണോ, ഇനി ഇവിടെ സമ്പൂർണ്ണമായി BJP ആണോ എന്ന് തോന്നിപ്പിക്കുന്ന ഫലസൂചനകൾ, അതല്ലെങ്കിൽ ഫലസാധ്യതകൾ വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരിച്ചടി ഏൽക്കുന്നുണ്ട് രാജസ്ഥാനിൽ, തിരിച്ചടി ഏൽക്കുന്നുണ്ട് ഹരിയാനയിൽ. പക്ഷേ ആ തിരിച്ചടിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ബംഗാളിലും ഒഡീഷയിലും, ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിലും NDA എന്നതാണ് കാണാൻ പറ്റുന്ന കാര്യം.
ശരി, ഏതായാലും ഇന്ത്യ ടുഡേയും ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ 361 സീറ്റ് മുതൽ 401 സീറ്റ് വരെ ഒരു വലിയ ക്ലീൻ സ്വീപ്പിലേക്ക് എൻ ഡി എ പോകും എന്നതാണ് അവരുടെ പ്രവചനം. അപ്പോൾ ഇന്ത്യ സഖ്യം 131, 166. ABPC വോട്ടർ സർവേയിൽ 353 സീറ്റ് മുതൽ 383 സീറ്റുകൾ പ്രവർത്തിക്കുന്നു. ദൈനിക് ഭാസ്കർ 281 മുതൽ 350 സീറ്റ് വരെ. ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക് സർവേയിൽ 371 സീറ്റ്. അങ്ങനെ മറ്റ് സർവേകൾ നോക്കുകയാണെങ്കിൽ 371 മുതൽ 401 വരെ. ഇന്ത്യ TV ജൻ കി ബാത്ത് 362, 392, ഒരു ആവറേജ് 350 മുകളിലേക്ക് പോകും എന്നാണ് പൊതുവിൽ ഈ സർവേ ഫലങ്ങളെല്ലാം നൽകുന്ന ആത്മവിശ്വാസം BJPക്ക്, NDA സഖ്യത്തിന് എന്നതും പ്രധാനം. പക്ഷേ അപ്പോഴും ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട് എന്നതാണ് നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട കൗതുകകരമായ ഫലം ഈ പൊതുവിൽ നമ്മൾ നിരീക്ഷിച്ചാൽ ഈ സർവേകളിൽ കാണാൻ കഴിയുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ LDF ഒരുപക്ഷെ 0 സീറ്റിലേക്ക് ചുരുങ്ങിയേക്കാം. BJP 3 സീറ്റുകൾ വരെ ജയിച്ചേക്കാമെന്ന് പൊതുവായി ഈ സർവേകൾ പറയുന്നു. എന്തുകൊണ്ടാണ് സർവേയിൽ ഇത്തരം ഒരു നിരീക്ഷണം വരുന്നത് എന്നത് വളരെ കൗതുകകരമാണ്. അതാണോ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് വലിയ സസ്പെൻസ് കേരളത്തെ സംബന്ധിച്ച്. ഇപ്പോൾ AK സ്റ്റെഫിൻ കൂടി നമുക്കൊപ്പം ഉണ്ട്. സ്റ്റെഫിൻ, ഈ സർവേ വന്നതിന് ശേഷമുള്ള പ്രതികരണം എങ്ങനെയാണ്? BJP പോലും ഈ 3 സീറ്റ് എന്നുള്ളത് സ്വപ്നം കണ്ടിട്ടുണ്ടാവും, പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടോ സംസ്ഥാന അധ്യക്ഷനടക്കം? രതീഷ്, ഏതായാലും UDFനും അതോടൊപ്പം തന്നെ BJPക്കും ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ സർവേ ഫലം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം 16 മുതൽ 19 സീറ്റ് വരെ UDF നേടുമെന്നുള്ളത് ആണ് ഇപ്പോൾ സർവേ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ ഒരു 16 സീറ്റ് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. BJPയും പ്രതീക്ഷ വെച്ചിരുന്നത് തൃശ്ശൂരിലാണ് എങ്കിൽ ഇപ്പോൾ സർവേയിൽ 3 സീറ്റ് നേടാമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPക്കും ഒരു കടുത്ത ആത്മവിശ്വാസം, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് വലിയൊരു ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ അതിശക്തമായ മത്സരം നടന്ന ആറ്റിങ്ങലിലും ഒരു ജയസാധ്യത BJPക്ക് ഉണ്ട് എന്നുള്ളതാണ്. അവിടെ കൃത്യമായ ഒരു വോട്ട് വിഹിതമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു ഒരു വിലയിരുത്തൽ. പക്ഷേ അവിടെ ജയസാധ്യത BJP പോലും അത്തരത്തിൽ അങ്ങ് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ സർവേ പുറത്തു വരുമ്പോൾ ഏറ്റവും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് LDFനാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം 12 സീറ്റ് ഏതായാലും CPMഉം CPIയും ഒക്കെ അവരുടെ അവലോകന യോഗം കൂടി അത്തരത്തിൽ 12 സീറ്റ് ലഭിക്കുമെന്നുള്ളതായിരുന്നു അവരുടെ ഒരു വിലയിരുത്തൽ. അതിന് മുകളിൽ 12-ന് മുകളിൽ സീറ്റുകൾ ലഭിക്കുമെന്നുള്ളതായിരുന്നു ഒരു വിലയിരുത്തൽ. ഏതായാലും ഈ സർവേ ഫലം പുറത്തു വന്നതോടുകൂടി ഈ സർവേകൾ വിശ്വസിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ഇടതുമുന്നണി എത്തി നിൽക്കുന്നത്. അത്തരത്തിൽ സർവേകൾ പലപ്പോഴും പിഴയ്ക്കാറുണ്ട് എന്ന തരത്തിലുള്ളൊരു പ്രതികരണങ്ങളാണ് പല നേതാക്കളിൽ നിന്നും പുറത്തു വരുന്നത്. ഏതായാലും UDFനെ സംബന്ധിച്ചിടത്തോളവും BJPയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മൾ റിസൾട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ നേരത്തെ പല സർവേകളിലും 0 മുതൽ 1 സീറ്റ് വരെ എന്നൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് O രാജഗോപാലും മറ്റും മത്സരിച്ച ഘട്ടങ്ങളിലായിരുന്നു, പ്രത്യേകിച്ച് 2014 മറ്റുമായിരുന്നു. ഇപ്പോൾ 3 സീറ്റ് വരെ എന്ന് പറയുമ്പോൾ അത് ചെറിയ ഒരു കാര്യമല്ലല്ലോ. ഈ BJP ക്യാമ്പിൽ യഥാർത്ഥത്തിൽ അവരുടെ കണക്കും ഇതുമൊക്കെ തമ്മിൽ യോജിച്ചു പോകുന്നുണ്ടോ? ഇപ്പോൾ പല ഏജൻസികളും കേരളത്തിലുള്ള ഏജൻസികളൊന്നുമല്ല, പുറത്തുള്ള ഏജൻസികളാണ്. പക്ഷേ അതിൽ പലതും തിരഞ്ഞെടുപ്പ് പ്രവചന രംഗത്ത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട, വളരെ ആക്യുറേറ്റായി പലപ്പോഴും കണക്കുകൾ നിരത്തിയിട്ടുള്ള ഏജൻസികളുമാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, വേണമെങ്കിൽ അവിശ്വസിക്കുകയും ചെയ്യാം. 2 തരത്തിലും കാണാം ഈ ജനവിധി വരുന്നത് വരെ. പക്ഷേ BJPയുടെ കണക്കുകളുമായി ചേർന്ന് പോകുന്നുണ്ടോ? BJP ഇങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നോ 1 മുതൽ 3 എന്ന കണക്കിലേക്ക്? തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ എന്നത്, തൃശ്ശൂരിനൊപ്പം തിരുവനന്തപുരവും ആറ്റിങ്ങലും എന്നുകൂടി പറയുന്നതാവും കുറച്ചുകൂടി ശരി. സ്റ്റെഫിൻ, അത് തീർച്ചയായിട്ടും BJPക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് തൃശ്ശൂർ സീറ്റിനെ സംബന്ധിച്ചിടത്തോളമാണ്. അവിടെ സുരേഷ് ഗോപി കൃത്യമായ രീതിയിൽ ജയിച്ച് കയറുമെന്നുള്ളത് തന്നെയായിരുന്നു BJPയുടെ ഒരു കണക്കുകൂട്ടൽ. അവിടേക്കാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്തരത്തിൽ ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത് കൃത്യമായി BJPയുടെ ഒരു വോട്ട് കൊണ്ട് മാത്രം ഒരു പക്ഷേ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു പക്ഷേ BJP സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ അങ്ങനെ ജയിച്ച് കയറാൻ കഴിയില്ല. കാരണം കൃത്യമായ ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകണം. അത്തരത്തിലുള്ള വോട്ടുകൾ കൂടി BJPയിലേക്ക് എത്തിയാൽ മാത്രമേ ജയിച്ചു കയറാൻ BJP സ്ഥാനാർത്ഥി കഴിയുകയുള്ളൂ. ആ തരത്തിലുള്ളൊരു സമീപനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും ഇനി ഈ റിസൾട്ട് വരുമ്പോഴേക്കും മാത്രമേ അത്തരത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ഒരു ആത്മവിശ്വാസം ഈ സർവേ ഫലം നൽകുന്നുണ്ട്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ. അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിൻ്റെ കാര്യത്തിലും കൃത്യമായ ഒരു വോട്ട് ഷെയർ അവിടെ ഉള്ളതാണ്. ത്രികോണ മത്സരം നടന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൃത്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്
തന്നെയായിരുന്നു അവരുടെ ഒരു ആത്മവിശ്വാസം. ആ കണക്കുകൾ തന്നെയാണ് BJP കൃത്യമായി ഈ വോട്ടിങ്ങിന് ശേഷവും പുറത്തുവിട്ടത്. ഏറ്റവും പ്രധാനമായും ഈ 3 മണ്ഡലങ്ങളിൽ കൃത്യമായി നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. അതിന് ഒരു കാര്യം കൂടി ഇടതുമുന്നണിയുടെ കണക്കുകൾ എങ്ങനെയാണ്? ഇപ്പോൾ ആറ്റിങ്ങൽ ഉറപ്പായും ഞങ്ങൾ വിജയിക്കും, ജില്ലാ സെക്രട്ടറിയാണ് മത്സരിക്കുന്നത് എന്നാണ് CPM-ന്റെ നേരത്തെ മുതലുള്ള പ്രചാരണ ഘട്ടം മുതലുള്ള ആത്മവിശ്വാസം. ഇപ്പോൾ ആലത്തൂര്, ചാലക്കുടി സീറ്റ്, വടകര, കണ്ണൂർ, ഇങ്ങനെ പല സീറ്റുകളിലും വിജയ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസം ഇടതുമുന്നണി നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷം ഇതിനെ അവർ ഗൗരവത്തിലെടുക്കുന്നുണ്ടോ? ഇപ്പോൾ പൊതുവിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ജനവിധി വരട്ടെ എന്ന പൊതുപ്രതികരണമാണെങ്കിലും എക്സിറ്റ് പോൾ ഫലത്തെ അവർ നേതൃത്വം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ? അവരുടെ കണക്കുകൾ എങ്ങനെയാണ് അവർ ഈ എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? ഏതായാലും LDF ക്യാമ്പിൽ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സർവേ ഫലം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം 12 സീറ്റിന് മുകളിൽ നേടുമെന്നുള്ളത് തന്നെയായിരുന്നു ഒരു ആത്മവിശ്വാസം. അത് പക്ഷേ ഈ 0-ലേക്ക് പോകുമ്പോൾ ഒരു കേരളത്തിൽ ഈ ഒരു ഭരണവിരുദ്ധ വികാരം ഉയർത്തി കാണിക്കാനായിരുന്നു UDF-ഉം അതോടൊപ്പം തന്നെ BJP-യും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രത്യേകിച്ചും ഒരു തികഞ്ഞ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഒരു പ്രവർത്തനം ഇരു പാർട്ടികളുടെ ഭാഗത്തു നിന്നും നടത്തി. അതിനെയൊക്കെ നേരിടുന്നതിന് വേണ്ടി LDF ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെയായിരുന്നു രംഗത്തിറക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു തിരിച്ചടി അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫലം അല്ലെങ്കിൽ ഈ സർവേ ഫലം കാര്യമായി എടുക്കേണ്ട ഒരു നിലപാടിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ CPM അതോടൊപ്പം തന്നെ CPI എല്ലാം തന്നെ ഉള്ളത്. പ്രത്യേകിച്ചും പല മണ്ഡലങ്ങളിലും ആറ്റിങ്ങൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ശക്തമായ മത്സരം നടന്നൊരു മണ്ഡലമാണ്. അവിടെ പോലും ഇത്തരത്തിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ ഇടതുമുന്നണിക്ക് കഴിയില്ല. അതോടൊപ്പം തന്നെ പല മണ്ഡലങ്ങൾ CPI മത്സരിക്കുന്ന മാവേലിക്കര ഉൾപ്പെടെയുള്ള മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഇടതുമുന്നണി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സർവേ ഫലത്തിൽ കാര്യമായ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ കാര്യമായി ഇത് നോക്കേണ്ട എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഇടതുമുന്നണിയും ഉള്ളത്. രതീഷ്, ശരി.